ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സച്ചിയെ കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് അർച്ചന. അതേസമയം സച്ചി സ്നേഹത്തോടെ അർച്ചനയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുകയാണ്. തുടർന്ന് അർച്ചന സച്ചിയോട് പറയുകയാണ്, ഞാൻ സച്ചിയേട്ടനെ ഒരുപാട് മിസ് ചെയ്തു. ഈ ഒരു ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലായി, എനിക്ക് സച്ചിയേട്ടനെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും ഇരിക്കാൻ സാധിക്കില്ലെന്ന്. സച്ചിയേട്ടനെയും ഈ വീടിനെയും ഈ വീട്ടുകാരെയും എല്ലാവരും എന്നോട് അത്രയ്ക്കും അടുത്തുപോയി. ഇത് കേൾക്കുന്ന സച്ചി പറയുകയാണ്, താൻ പറഞ്ഞതും ശരിയാടോ. ഈ 24 മണിക്കൂർ കൊണ്ട് തൻ്റെ വില എന്താണെന്ന് ഞാൻ നന്നായി തന്നെ തിരിച്ചറിഞ്ഞു. ഈ 24 മണിക്കൂർ കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി, അർച്ചനയില്ലാതെ സച്ചിദാനന്ദനില്ലെന്ന്. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ കാര്യങ്ങൾക്കെല്ലാം ഒരു മാപ്പ് കൊണ്ട് പരിഹാരമാവുകയാണെങ്കിൽ ഞാൻ തന്നോട് മാപ്പ് ചോദിക്കുകയാണ് അർച്ചന. ഇനി ഒരിക്കലും സച്ചിക്ക് പഴയ ജീവിതത്തിലേക്ക് തിരിഞ്ഞുനോട്ടം ഉണ്ടാകില്ല. താൻ എന്നോട് ക്ഷമിക്കുമോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ അർച്ചന പറയുകയാണ്, സച്ചിയേട്ടന് എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാമോ? ഇത് കേൾക്കുന്ന സച്ചി അർച്ചനയെ ചേർത്ത് പിടിക്കുമ്പോൾ അർച്ചന പറയുകയാണ്, സച്ചിയേട്ടാ, നമുക്കിടയിൽ ക്ഷമ പറച്ചിലും പരിഭവവും ഒന്നും വേണ്ട. ഈ സ്നേഹം മാത്രം മതി. അതിർവരമ്പുകളില്ലാത്ത സ്നേഹം എന്ന് അർച്ചന പറയുമ്പോൾ സച്ചി ചോദിക്കുകയാണ്, നമുക്കൊന്ന് പുറത്തേക്ക് പോയാലോ? ഇത്രയും നാളത്തെ നമ്മുടെ ഇരുട്ട് നിറഞ്ഞ ജീവിതത്തെ നമ്മൾ ഇവിടെ ഉപേക്ഷിക്കുകയാണ്. നമ്മുടെ വർണ്ണശബളമായ ദിവസങ്ങളിലേക്ക് നമ്മൾ ഇന്നത്തോടെ ചുവടുവെക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് സച്ചി അർച്ചനയും കൊണ്ട് ഉത്സവത്തിന് പോയിരിക്കുന്നതാണ്. രണ്ടുപേരും വളരെയധികം സന്തോഷത്തോടെയും സ്നേഹത്തോടെയും അവിടെ ആകെ ചുറ്റി നടക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അനഘയുടെ അടുത്തേക്ക് വന്നിട്ട് അവന്തിക ചോദിക്കുകയാണ്, നീ എന്താ ഇതുവരെ ഉറങ്ങിയില്ലേ? അതിന് ഉറങ്ങാൻ പറ്റുന്ന കാര്യങ്ങളാണല്ലോ ഇവിടെ നടക്കുന്നത്. ഇത് കേൾക്കുന്ന അവന്തിക ചോദിക്കുകയാണ്, അതിനുവേണ്ടി ഇവിടെ ഒന്നും നടന്നില്ലല്ലോ. നിന്റെ ആഗ്രഹങ്ങൾക്ക് അല്പം കാലതാമസമുണ്ടാകും, അത്ര തന്നെ, അല്ലാതെ വേറെ ഒന്നുമില്ലല്ലോ. ഇത് കേൾക്കുന്ന അനഘ ദേഷ്യത്തോടെ പറയുകയാണ്, അത് മാത്രമല്ലല്ലോ, സന്ദീപിനെ എനിക്കൊരിക്കലും കിട്ടില്ലെന്ന്, അതും കൂടെയാണ് അതിൻ്റെ അർത്ഥം. കൂടാതെ ഈ കാലതാമസം ആതിരയ്ക്ക് സന്ദീപിനെ സ്നേഹിക്കാൻ കൂടിയുള്ളതാണ്. ചേച്ചി എന്താ അതൊക്കെ മറന്നുപോയോ? ആ അർച്ചന എല്ലാത്തിനും കയറി നടുക്ക് നിൽക്കുന്നത് കൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് അവന്തിക പറയുമ്പോൾ അനഘ പറയുകയാണ്, അപ്പോൾ ഞാൻ ഊഹിച്ചത് ശരി തന്നെയാണ്. അവന്തികയേക്കാൾ മുകളിലാണ് ഇപ്പോൾ ആതിരയുടെ ചേച്ചി അർച്ചന. എൻ്റെ ചേച്ചി അവളെ നന്നായി പേടിച്ചു തുടങ്ങി എന്നുള്ളൊരു മുന്നറിയിപ്പ് ഉണ്ടതില്ലെന്ന് അനഘ പറയുമ്പോൾ അവന്തിക പറയുകയാണ്, അതെ, നീ പറഞ്ഞത് ശരിയാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ ഒരാളെ പേടിച്ചിരിക്കുന്നു. ഇത് കേൾക്കുന്ന അനഘ പറയുകയാണ്, നമുക്കെല്ലാം ഇവിടെ വെച്ച് നിർത്താൻ ചേച്ചി. ഒന്നെങ്കിൽ പഴയതെല്ലാം മറന്ന് ഇവിടെ നല്ലതുപോലെ ജീവിക്കാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് നാട് വിട്ട് മറ്റെവിടേക്കെങ്കിലും പോകാം. ഇത് കേൾക്കുന്ന അവന്തിക ദേഷ്യത്തോടെ പറയുകയാണ്, ഒരു ദിവസം കൊണ്ട് മറക്കാൻ വേണ്ടിയല്ലല്ലോ ഞാൻ ഇത്രയും നാളും കാത്തിരുന്നത്. നീ കാണാത്ത പല ആയുധങ്ങളും ഇനിയും അവന്തികയുടെ കയ്യിലുണ്ട്. നീ കണ്ടോ ഇനി എന്താ നടക്കാൻ പോകുന്നതെന്ന്. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനമാണ്. അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങുന്ന ആതിരയെ പിടിച്ചു നിർത്തുകയാണ് മീര. നീ എവിടേക്ക് പോകുന്നെന്ന് ചോദിക്കുമ്പോൾ അമ്പലത്തിലേക്ക് പോകുന്നെന്ന് ആതിര പറയുന്നു. നിനക്ക് ഈയിടെയായിട്ട് കുറച്ച് ഭക്തി കൂടുതലാണല്ലോ. ഇത് കേൾക്കുന്ന ആതിര പറയുകയാണ്, ഞാൻ കുറച്ച് ദിവസമായി ശ്രദ്ധിക്കുന്നു. ഏട്ടത്തിക്ക് എന്നെ കാണുമ്പോൾ മുള്ളും മുനയും വെച്ചുള്ള സംസാരം അല്പം കൂടുതലാണല്ലോ. ഇത് കേൾക്കുന്ന മീര പറയുകയാണ്, നീ തന്നെ ആലോചിച്ച് നോക്ക്, നീ എന്തൊക്കെ പ്രശ്നങ്ങളായി ഈ വീട്ടിൽ നടത്തിയതെന്ന്. എടി, നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മളുടെ തലയിൽ ആരാണെന്നുള്ളതേ ദൈവം എഴുതി വെച്ചിട്ടാ വിടുന്നത്. ആ അനഘയുടെ തലയിൽ എഴുതി വെച്ചിരിക്കുന്നതാ നീ നിന്റെ തലയിലേക്ക് വാങ്ങിക്കാൻ നോക്കുന്നത്. തുടർന്ന് ആതിര പറയുകയാണ്, അതെ, എനിക്കൊരു സംശയമുണ്ട്. നിങ്ങൾ എൻ്റെ ഏട്ടത്തിയാണോ അതോ അനഘയുടെ ഏട്ടത്തിയോ? ഞാൻ ഏട്ടത്തിയെ അച്ചു ഏട്ടത്തിയുടെ അതേ സ്ഥാനത്ത് തന്നെയാണ് കാണുന്നത്. കുത്തുവാക്കുകൾ പറഞ്ഞില്ലെങ്കിലും വേണ്ടില്ല, ഒന്നും മിണ്ടാതിരുന്നാൽ മതി, അത് തന്നെ ധാരാളം. പിന്നെ തലയിലെഴുത്തിൻ്റെ കാര്യം ആതിരയുടെ തലയിൽ തന്നെയാ സന്ദീപിനെ വരച്ചിരിക്കുന്നത്. ആതിരയ്ക്ക് പറഞ്ഞിട്ടുള്ളതാ സന്ദീപ്, അതാര് വിചാരിച്ചാലും മാറ്റാനേ സാധിക്കില്ല. ഇത് കേൾക്കുന്ന മീര ഒരു ഞെട്ടലോടെ ആതിരയെ നോക്കുകയാണ്. പിന്നെ ഞാൻ പോകുന്നത് പ്രാർത്ഥിക്കാനാണോ മറ്റെന്തെങ്കിലുമാണോ എന്ന് സംശയമുണ്ടെങ്കിൽ വേണമെങ്കിൽ എൻ്റെ കൂടെ വാ. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അർച്ചന സച്ചിയുടെ മുമ്പിലേക്ക് ഒരു സെറ്റ് സാരിയൊക്കെ ഉടുത്തുകൊണ്ട് വരികയാണ്. ഇത് കാണുന്ന സച്ചി ചിരിച്ചുകൊണ്ട് അർച്ചനയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുകയാണ്, ഇത് ഞാൻ ഇതുവരെ കണ്ടില്ലല്ലോ, ഈ സൗന്ദര്യം എവിടെയായിരുന്നു? ഇത് കേൾക്കുന്ന അർച്ചന പറയുകയാണ്, ഞാനേ അത് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു, അതാ കാണാൻ പറ്റുന്നത്. ഇത് കേൾക്കുന്ന സച്ചിയും അർച്ചനയും പരസ്പരം നോക്കി ചിരിക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.